Hey guys, അപ്പോൾ എല്ലാ മച്ചാന്മാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മച്ചാന്മാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ സെക്കൻഡ് ചാനൽ ചെയ്യാൻ പോകുന്ന ഡെയിലി വ്ളോഗ്സ് 1 ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെ ഷോപ്പിൽ നടന്നിട്ടുള്ള കാര്യം കുറേ നാൾക്ക് മുമ്പ് കണ്ടിട്ടുള്ള വർക്കും കാര്യങ്ങളും പിന്നെ നമ്മൾ ഇന്ന് ഷോപ്പിൽ ചെന്നിട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ മച്ചാന്മാരെ ഇപ്പം ഇന്ന് ഡേറ്റ് എത്രയാണ്? ഇന്ന് ഡേറ്റ് എനിക്ക് 30 തോന്നുന്നു. 30 അപ്പോൾ ഈ വർഷം നമ്മൾ വിട്ടുപോകാറായി. 2021 വിട്ടുപോയിട്ട് 2024 കടക്കാൻ പോയത്. അപ്പോൾ എന്തായാലും വെച്ചാൽ വരെ ഇവിടെയായിട്ട് വാച്ചവിടെ കേട്ടോ ഡേറ്റ് കറക്റ്റ് 30 ഡിസംബർ 30. അപ്പോൾ എന്തായാലും വെച്ചാൽ വരെ നമുക്ക് ഇന്ന് അധികം ലാഗടിപ്പിക്കാതെ നമുക്ക് നേരെ നമ്മളെ ഷോപ്പിലോട്ട് പോകാം. ഷോപ്പിലോട്ട് പോയിട്ട് ഷോപ്പിലെ വിശേഷങ്ങളും കാര്യങ്ങളും പറഞ്ഞുതരാം. അധികം നേരം ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ അങ്ങ് പോയേക്കാം. അപ്പോൾ വെച്ചാൽ അവർ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ സെക്കൻഡറി ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും. അതുപോലെ മെയിൻ ചാനൽ കാണാത്തവരാണെങ്കിൽ മെയിൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. ഗൈസ് അപ്പോൾ അതാ നേരെ നമ്മൾ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. അപ്പം സെറ്റായിട്ടുണ്ട്. രാവിലെ ഉറങ്ങിയിട്ട് ഉറക്കത്തിൽ നിന്ന് എണീറ്റായിരുന്നു വ്ളോഗ് ചെയ്തതാണ്. ഇപ്പോൾ നമ്മളെ ചെറുക്കിനെ എടുത്തോണ്ട് നേരെ നമ്മൾ ഷോപ്പിലോട്ട് പോകാൻ പോവുകയാണ്. എൻ്റെ പൊന്നു ഗൈസ് ഒരു രക്ഷയില്ലാതെ വെയിലായിരുന്നു. നമ്മൾ ആ ക്രിസ്മസ് തീരുന്നവരെയൊക്കെ അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ വെളിയിറങ്ങാൻ പോയി ഒരു 1 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, വെളിയിലിറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും ഓരോരോ തിരക്കായിട്ട് എല്ലായിടത്തും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ ഷോപ്പിലോട്ട് നമ്മളും പോവുകയാണ്. ജയിച്ചപ്പോൾ നേരെ ഷോപ്പിലോട്ട് വന്നിട്ടുണ്ട്. ഷോപ്പിലോട്ട് വന്നപ്പോൾ ഫസ്റ്റ് നമുക്കുള്ളൊരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഡൊമിനാറിൻ്റെ ഹെഡ്ലൈറ്റ് നമുക്ക് ഒരു സബ്സ്ക്രൈബറിന് അയച്ചു കൊടുക്കണം. സബ്സ്ക്രൈബർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വർക്കെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് നേരെ പാക്ക് ചെയ്യണം. പാക്ക് ചെയ്ത് പക്ക നോക്കിയേക്കണം. പക്ക പുതിയ ധൂമിലാണ് നമ്മൾ ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം. പുതിയ ഹെഡാണ് കേട്ടോ. നിങ്ങൾ നോക്കിയേക്കണം. അത്യാവശ്യം NSൻ്റെ ഹെഡ് പുതിയതും പിന്നെ ഡൊമിനാറിൻ്റെ ഹെഡ് പഴയതുമാണ് നമ്മൾ എടുക്കുന്നത്. കാരണം ഡൊമിനാറിൻ്റെ ഹെഡിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പം എന്തായാലും വെച്ചാൽ നമുക്ക് നേരെ അങ്ങ് പാക്ക് ചെയ്തേക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ ഡൊമിനാറിൻ്റെ ഹെഡ്ലൈറ്റ് നമ്മൾ സബ്സ്ക്രൈബറിന് അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ സ്ലിപ്പും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നേരെ ഷോപ്പിലോട്ട് വീണ്ടും പോകണം. അടുത്ത വർക്ക് എന്തിനാണെന്ന് നോക്കണം. അപ്പോൾ വെച്ചാൽ നമ്മളങ്ങനെ കൊറിയറൊക്കെ ചെയ്തിട്ട് നേരെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ കാണുന്ന വീഡിയോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ നാൾക്ക് മുമ്പ് കുറച്ച് നാൾക്ക് ഡേയ്സിന് മുമ്പ് നമ്മളൊരു V3 പണിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വണ്ടീൻ്റെ സ്റ്റോക്ക് കളർ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടീനെ നമ്മൾ മൊത്തം അഴിച്ച് പറക്കി ഇതിൻ്റെ ചേസ് മാത്രമാക്കി ചേസും പെയിൻറ്റ് ചെയ്ത് അതുപോലെ തന്നെ ബോഡി പാനൽ മാറി DRL ചെയ്ത് കസ്റ്റമൈസ്ഡ് ആണ്. ആ ഒരു പാർട്സൊക്കെ മൊത്തം നമ്മൾ ഇളക്കി വെച്ചേക്കണം കേട്ടോ. ഇതെല്ലാം നമ്മൾ ഇളക്കി മാറ്റിയെടുത്ത് നമ്മൾ ഇതിനെ ഫുൾ ക്ലീൻ ചെയ്തുകൊണ്ട് നമ്മൾ മൊത്തം പെയിൻറ്റിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന പാർട്സ് എല്ലാം നമ്മൾ ആ ഒരു വണ്ടിയിൽ നിന്ന് ഊരിയെടുത്തിട്ട് അതിനെല്ലാം കസ്റ്റമൈസ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തിട്ടു. കസ്റ്റമറിൻ്റെ പ്രകാരം മൊത്തം വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറായിരുന്നു പറഞ്ഞ ആ ഒരു അണ്ടർബെല്ലിയെ കസ്റ്റമൈസ്ഡ് വെർഷൻ 1 അണ്ടർബെല്ലിയാണ്. അതുപോലെ തന്നെ RCയുടെ അണ്ടർബെല്ലി മൾഗാർഡായാലും മൊത്തത്തിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ NVIDIA കൊണ്ടുപോയി കാണിച്ച് അപ്രൂവൽ ചെയ്തതിന് ശേഷം നമ്മൾ DRL വർക്ക്സും അതുപോലെ തന്നെ ഈ ഒരു Z1000 RRൻ്റെ മിററായാലും പിന്നെ ഈ ഒരു നിയോൺ ലൈറ്റ് കൊടുത്തു. കസ്റ്റമർ ഐസ് ബ്ലൂ ആണ് പറഞ്ഞത്. ഐസ് ബ്ലൂ തന്നെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ ഷോർട്സ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ആക്റ്റീവാണ് വെച്ചവരെ. അപ്പോൾ എന്തായാലും വെച്ചവരെ ഫോളോ ഇട്ടില്ലെങ്കിൽ നേരെ ഫോളോ ചെയ്യാം. അപ്പോൾ വെച്ചാൽ അടുത്ത വർക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ RS തൊട്ട് എല്ലാ വണ്ടിയും നമ്മൾ പണിയും കേട്ടോ നമ്മളെ ഷോപ്പിൽ. അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ റിംഗ് ലൈറ്റ് സെറ്റ് ചെയ്യണം കേട്ടോ. റിംഗ് ലൈറ്റും അതുപോലെ തന്നെ നമ്മളെ H2ൻ്റെ നിഞ്ച ടൈപ്പും വൈസേഴ്സും അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു റിംഗ് ലൈറ്റ് സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അറൗണ്ട് 24 വരുന്ന ഹസാർഡ് ഫ്ലാഷർ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഈ ഒരു റിംഗ് ലൈറ്റ് സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വർക്ക് ചെയ്ത് RS കൊണ്ടാണ് എന്തൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്തൊരു നമ്മളൊരു നിഞ്ചയുടെ വൈസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ റിംഗ് ലൈറ്റ് വൈറ്റ് കൊടുത്തിട്ടുണ്ട്. റിംഗ് ലൈറ്റ് വൈറ്റ് കൊടുത്തതോടൊപ്പം തന്നെ നമ്മളിതിൻ്റെ അകത്ത് ഹെഡ്ലൈറ്റ് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമനുസരിച്ച് മാത്രം നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് ഇട്ടുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ മിറർ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിറർ ഇൻഡിക്കേറ്ററിൽ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ ടൈപ്പ് വരുന്നത് കാർബൺ ഫിനിഷ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വണ്ടിക്കകത്ത് ചെയ്തിട്ടുള്ള വർക്കും കാര്യങ്ങളും. അപ്പോൾ എങ്ങനെ വർക്ക് പോകാറില്ലേ മച്ചാൻ പറയാം. അടുത്തായിട്ട് വർക്ക് ചെയ്ത വണ്ടി എന്ന് പറഞ്ഞാൽ ഡൂക്ക് 390 BS6 ആണ് കേട്ടോ. ഇതിൽ നമ്മൾ ബ്രേക്ക് ലൈറ്റ് ഫ്ലിക്ക് ചെയ്യിപ്പിക്കുകയാണ്. മറ്റേ യൂണിറ്റ് വെച്ചുകൊണ്ട് നമുക്ക് നൈസായിട്ട് ഫ്ലിക്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൽ തന്നെ A to Z വർക്ക് ചെയ്തതാണ് കേട്ടോ. ഈ ഒരു വണ്ടി വേറൊരു കളർ തീമായിരുന്നു. അതിന് നമ്മൾ ഈ ഒരു വൈറ്റ് ആൻഡ് ഓറഞ്ച് കളർ കിറ്റൊക്കെ കൊടുത്തും അതുപോലെ അണ്ടർബെല്ലി കൊടുത്തും 250 മൾഗാർഡൊക്കെ ഗ്ലോസി ബ്ലാക്കൊക്കെ ആക്കി നമ്മൾ കസ്റ്റമർ ചെയ്യണം. ഈ കാണുന്ന ഡൂക്ക് 390 നമ്മൾ എന്താണെന്ന് ചെയ്തതെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ അണ്ടർബെല്ലി സെറ്റ് ചെയ്യണം. അണ്ടർബെല്ലി ഏതാണെന്ന് വെച്ചാൽ BS4 RCയുടെ അണ്ടർബെല്ലിയാണ് വരുന്നത്. അതായത് ഇഷ്ടംപോലെ പേര് ചോദിക്കുന്നതാണ്. ഇഷ്ടംപോലെ മച്ചാൻ അണ്ടർബെല്ലി ഒറിജിനൽ വന്നോ കുറേ പേരെ കോൾ വിളിച്ചും അല്ലാതെ മെസ്സേജ് അയച്ചും ചോദിക്കുന്നതായിരുന്നു. പക്ഷേ ഈ ഒരു വണ്ടിയെ സെറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ കോപ്പി അണ്ടർബെല്ലിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് മാറ്റ് കളറും അടിച്ച് ബാക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷോട് കൂടി ഒറിജിനൽ ലുക്ക് കിട്ടുന്ന രീതിക്ക് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ കാണാൻ കറക്റ്റ് ക്ലാമ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ലുക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നിങ്ങളെ മച്ചാന്മാർക്ക് അല്ലെങ്കിൽ ഡൂക്ക് 390 മച്ചാന്മാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്താണ് വെക്കുന്നതെങ്കിൽ നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഡിലേ ഉണ്ടാവും.
അല്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് ഫിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ ഏതത്തിന് പെയിൻറ്റ് ചെയ്യാനാണെങ്കിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ മച്ചാന്മാരെ ജസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് നോക്കിയിട്ടൊന്ന് പറയാം. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മച്ചാനെ പവറല്ലേ വർക്ക് പവറാണ്. അതോടൊപ്പം തന്നെ നമ്മളതിൽ ഡൊമിനാറിൻ്റെ വൈസർ, അതുപോലെ തന്നെ ഡൊമിനാറിൻ്റെ അണ്ടർബെല്ലി, ഇതെല്ലാം നമ്മളെ കസ്റ്റമറിൻ്റെ ഓർഡർ പ്രകാരം നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് ഡൊമിനാറിൻ്റെ ഗ്രാബ് റെയിലാണ്. ഇത് നമ്മളൊരു സബ്സ്ക്രൈബർ ഓർഡർ ചെയ്ത് ഇതും കൊണ്ട് നേരെ നമുക്ക് പാക്ക് ചെയ്ത് കൊടുത്തേക്കാം. ഇന്ന് നമ്മൾ വർക്ക് ചെയ്ത NS Toundr ലേറ്റസ്റ്റ് BS6 എഡിഷൻ ആട്ടോ. എന്തൊക്കെ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ നമ്പർ പ്ലേറ്റ് മൾഗാർഡിലോട്ട് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഒന്ന് താത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ രീതിക്ക്, വലിയ രീതിക്കല്ല, ചെറിയൊരു രീതിക്ക് താത്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡൂക്കിൻ്റെ കോപ്പി ഇൻഡിക്കേറ്റർ കൊടുത്തു. അതുപോലെ തന്നെ ഡൊമിനാറിൻ്റെ വൈസർ കൊടുത്തു. RCBയുടെ ഗ്രിപ്പ് കൊടുത്തു. ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാബ് റെയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടൈൽ ടൈഡ് ചേഞ്ച് ചെയ്തു. ബാക്കിലും ഇൻഡിക്കേറ്റർ ചേഞ്ച് ചെയ്തു. താഴോട്ട് വന്നാൽ പ്രോഡിസ്ക് കൊടുത്തു കേട്ടോ. പ്രോഡിസ്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മച്ചാന്മാരെ വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്കും കാര്യങ്ങളൊക്കെ നോക്കിയാൽ അത്യാവശ്യം നീറ്റായിട്ടുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് കൊടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡൊമിനാറിൻ്റെ അണ്ടർബെല്ലി ആണ്. ഡൊമിനാറിൻ്റെ അണ്ടർബെല്ലി ബ്ലാക്കിൽ ആ ഒരു ഗ്രേ സ്റ്റിക്കറൊക്കെ വരുന്ന ടൈപ്പാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അണ്ടർബെല്ലി വെച്ചപ്പോൾ താഴെ എഞ്ചിൻ്റെ ആ ഒരു സൈഡ് ഫുള്ള് നല്ല ഫിനിഷിങ് ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു സൈഡ് ചെറിയ നമ്മളെ NS വരുന്ന സ്റ്റോക്ക് അണ്ടർബെല്ലി ചെറുതാണ് വരുന്നത്. അപ്പോൾ ഡൊമിനാറിൻ്റെ അത്യാവശ്യം നല്ല സൈസുള്ളതാണ് കേട്ടോ. അത്യാവശ്യം ലുക്കും ഉണ്ട്. അപ്പോൾ വണ്ടിയുടെ ലുക്ക് മൊത്തത്തിൽ അങ്ങ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വർക്ക് പവറല്ലേ. അതോടൊപ്പം തന്നെ നമ്മളെ മച്ചാൻ വന്നിട്ടുള്ളത് പത്തനംതിട്ടല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? അപ്പോൾ വർക്ക് എങ്ങനെ ഉണ്ട്? പവറല്ലേ? ഫുൾ പവറേഷാണല്ലേ. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഒരു RS Toundr വർക്കിന് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ നമുക്ക് കസ്റ്റമർ പറഞ്ഞ കണക്ക് നമുക്കൊരു ഫ്ലിക്കിങ്, അതായത് ആ ഒരു ഹസാർഡ് ഫ്ലാഷർ വെച്ചുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഫ്ലിക്ക് ചെയ്യുന്നതാണ് കസ്റ്റമർ നമ്മളത് പറഞ്ഞത്. അപ്പോൾ നമ്മളത് ഒരു മൊഡ്യൂൾ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ആ ഒരു റിംഗ് ലൈറ്റ് ഒന്ന് ഫ്ലിക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ DRL വർക്കായിരുന്നു കേട്ടോ. അതായത് B3യുടെ രണ്ട് സൈഡിലായിട്ട് നമ്മളെ കസ്റ്റമർ പറഞ്ഞ കണക്ക് ബ്ലൂ കളറാണ് കസ്റ്റമറിൻ്റെ വണ്ടിയുടെ കളർ. അപ്പോൾ അതിൻ്റെ ഒരു DRL വർക്കാണ് ചെയ്യുന്നത്. അതും നമ്മൾ ഹസാർഡ് ഫ്ലാഷർ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അറൗണ്ട് നമ്മൾ ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ ഇളക്കി എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് DRL രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. രണ്ട് ഔട്ടായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് നമ്മൾ ഹസാർഡ് ഫ്ലാഷർ വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും മച്ചാൻ വരെ നമുക്ക് നേരെ വണ്ടിയിലോട്ട് ഫിറ്റ് ചെയ്യാം. വണ്ടി ഫിറ്റ് ചെയ്തതിന് ശേഷം ബാക്കി ഔട്ട്പുട്ട് കാണിച്ചു. നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയിൽ നോക്കിയാൽ കാണാൻ അപ്പുറം ഇപ്പുറം മിന്നെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ ഹസാർഡ് ഫ്ലാഷർ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വയറിങ് കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ നോക്കിയാൽ കാണാൻ അവിടെ ഒരു യൂണിറ്റ് ഇരിപ്പുണ്ട് കേട്ടോ. ഹസാർഡ് ഫ്ലാഷർ DRL ചെയ്തപ്പോൾ വണ്ടിയുടെ കളറിനനുസരിച്ചുള്ള ആ ഒരു DRL തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലുക്ക് ഇതാണ് മച്ചാൻ വരെ. അപ്പോൾ ഇതുപോലെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ മച്ചാൻ വരെ നമുക്ക് പവറേഷാക്കാം അല്ലേ. ഇപ്പോൾ നമ്മളെ ഹെഡ്ലൈറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൈഡിലൊക്കെ MCയിലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വയറിങ്ങും കാര്യങ്ങളൊക്കെ പക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മച്ചാൻ വരെ ഇതാണ് നമുക്ക് നേരെ ഇനി കൊറിയർ ചെയ്യാൻ വേണ്ടി പാക്ക് ചെയ്യാം. അതാ ആദ്യം നമുക്ക് ലൈറ്റ് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് പാർക്ക് ലൈറ്റും കൂടി ഇല്ലാത്തിട്ട് കൊടുക്കാം കേട്ടോ. നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ കറക്റ്റ് ക്ലാമ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് കോൺടാക്ട് ചെയ്യാൻ പോകാം ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്ക് കൊറിയർ ചെയ്യാനുള്ള ഡൊമിനാറിൻ്റെ അണ്ടർബെല്ലി ആട്ടോ. ഇത് നമ്മളൊരു സബ്സ്ക്രൈബർ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങ് കൊറിയർ ചെയ്തേക്കാം ഗൈസ്. അപ്പോൾ അടുത്ത ഓർഡർ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ 250 മൾഗാർഡാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ പാക്ക് ചെയ്യണം. അതിപ്പോഴാണ് നമുക്ക് ഓർഡർ വന്നത്. ഇത് നമ്മളെ സബ്സ്ക്രൈബർ തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഇതും കൂടെ അങ്ങ് അയച്ചേക്കാം ഗൈസ്. അപ്പോൾ നമ്മളെ ഈ ഒരു NS Toundr എന്താണ് വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു അണ്ടർബെല്ലി ഉണ്ടോ, നമ്മൾ ഈ ഒരു അണ്ടർബെല്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നമ്മൾ ഡൊമിനാറിൻ്റെ നോർമൽ ടൈപ്പാണ് വയ്ക്കുന്നത്. ഇതൊരു പുതിയ എഡിഷനാണ്. നമ്മൾ NS Toundr BS3 ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഇവിടെ കട്ടിയുള്ളതും അതുപോലെ തന്നെ ബാഷ് പ്ലേറ്റ് ആയിട്ടാണ് വരുന്നത്. എഞ്ചിൻ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ളൊരു അണ്ടർബെല്ലിയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഫ്രണ്ട് നമ്മൾ ഈ ഒരു റൈസിങ് ഡിസ്കും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു റൈസിങ് ഡിസ്കും കൊടുത്ത് വണ്ടി ലുക്ക് ആക്കിയിട്ടുണ്ട്. അണ്ടർബെല്ലി നല്ല കട്ടിയുള്ളതാണ് കേട്ടോ. വണ്ടി കാരണം നമുക്ക് ഇവിടെ നല്ല കട്ടിയുള്ളൊരു മെറ്റൽ പാർട്സാണ് ഈ ഒരു അണ്ടർബെല്ലി എന്ന് പറഞ്ഞാൽ. ഇത് നമ്മളെ പുതിയ ഡൊമിനാറിൻ്റെ അണ്ടർബെല്ലിയാണ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. ഇതുവരെയായിട്ട് ആരും ചെയ്തിട്ടില്ല. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു വണ്ടിക്ക് അത് ചെയ്ത് നോക്കുന്നത്. അത്യാവശ്യം നൈസ് ലുക്ക് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഓഫ് റോഡ് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കല്ലും മുള്ളിലൊക്കെ ഇറക്കാൻ താല്പര്യമുള്ളവർക്കാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് എഞ്ചിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു അണ്ടർബെല്ലി ഉറപ്പായിട്ടും വയ്ക്കുക. നല്ല ക്വാളിറ്റി ഉള്ളൊരു ഇരുമ്പ് മെറ്റീരിയലാണ്. ഇതിന് നടുക്കായിട്ട് വരുന്നത്. നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മച്ചാവരെ വർക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പവറല്ലേ ടൂറിങ് എഡിഷനിൽ ഇത് ഡൊമിനാർ ടൂറിങ് എഡിഷനിൽ വരുന്നത് കേട്ടോ. അതായത് ആ ഒരു നൂജൻ വണ്ടി തന്നെ പറയാം. അപ്പോൾ എന്തായാലും വർക്ക് പവറാണ്. അപ്പോൾ മച്ചാൻ വരെ പുള്ളി ഹാപ്പി ആയിരുന്നു. അപ്പോൾ വീണ്ടും നമുക്കൊരു വേറൊരു ഐറ്റം വരുന്നത് ഇത് മീറ്റർ ഷെല്ലാണ് കേട്ടോ. നമ്മളെ ഡൂക്ക് 200ൻ്റെ ഡൂക്ക് മീറ്റർ ഷെല്ലാണ് വരുന്നത് ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്ക് ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുള്ള ഡൂക്ക് 250 ഫുൾ സെറ്റ് മൾഗാർഡ് കേട്ടോ. ഗ്ലോസി ബ്ലാക്ക് പക്ക ന്യൂ പീസാണ്. അപ്പോൾ ഇത് നമ്മളൊരു സബ്സ്ക്രൈബർ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് നേരെ കൊറിയർ ചെയ്തേക്കാം
ഗൈസ് ഈ സ്പ്ലെൻഡറിൻ്റെ അകത്ത് നമ്മൾ എന്താണ് കൊടുത്തതെന്ന് വെച്ചാൽ നമ്മൾ RX-Z അണ്ടർബെല്ലി കൊടുത്തിട്ടുണ്ട് കേട്ടോ, നൈസായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടിക്കകത്ത് അത്യാവശ്യം ലുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു എഞ്ചിൻ്റെ ഭാഗം അത്യാവശ്യം ആ ഒരു കവറിങ് വന്നപ്പോൾ വണ്ടിക്ക് കൂടെ ആ ഒരു സ്പോർട്ടി ലുക്കിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ മച്ചാൻ പറയാം ഇതുപോലുള്ള നിങ്ങൾ മച്ചാൻ വരാം അല്ലെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട്സോ ആരെങ്കിലും സ്പ്ലെൻഡർ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കും കൂടെ മനസ്സിലാകും ഇതേപോലെ ഒരു അണ്ടർബെല്ലിയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മച്ചാൻ പറയാം അപ്പോൾ വർക്ക് പോറല്ലേ ഓറേഷാണ് ഗൈസ്. ഇന്ന് വർക്ക് ചെയ്ത ഡ്യൂക്ക് 250 BS4 ആണ് കേട്ടോ. അതായത് പഴയ മോഡലാണ്, അതിനെ മൊത്തത്തിൽ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി ഒരു രക്ഷയില്ലാത്ത രീതിയിൽ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ 390 കിറ്റ് കൊടുത്ത് അതുപോലെ തന്നെ ബാക്ക് ചേസ് വൈറ്റ് ആക്കി, പിന്നെ നമുക്ക് ഫ്രണ്ടിലോട്ട് ഹെഡ്ലൈറ്റ് അങ്ങ് ചേഞ്ച് ചെയ്ത് 390 ഹെഡ്ലൈറ്റും കൊടുത്തു. അതോടൊപ്പം തന്നെ അത്യാവശ്യം നമ്പർ പ്ലേറ്റ് ഒക്കെ ഹോൾഡ് ചെയ്തുകൊണ്ട് വണ്ടിയുടെ ലുക്ക് മൊത്തം മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു സ്പോർട്ടി ലുക്കിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യാൻ വെച്ചാൽ വരാം അല്ലേ. വർക്ക് പോറല്ലേ? അപ്പോൾ പോറേഷാണ് ഗൈസ്. അപ്പോൾ ഈ കാണുന്ന NS ഡോണ്ടറിൽ നമ്മൾ എന്തൊക്കെ വർക്ക് ചെയ്ത് നോക്കി എൻ്റെ വണ്ടിയുടെ ലുക്ക് മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ. നോക്കിയാണ് നമ്മൾ മൊത്തം ഡൂക്കിൻ്റെ അസംബ്ലി ചെയ്തിട്ടുണ്ട്. അതായത് അലോയിലും അതുപോലെ ഫോർക്ക് അസംബ്ലി ആയാലും മാറിയിട്ടുണ്ട്. ബാക്ക് അലോയി നോക്കിയാൽ നമ്മൾ KTMൻ്റെ അലോയി ഓറഞ്ച് അലോയി ഗ്ലോസി ബ്ലാക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. കൊടുത്തേക്കുന്ന ഡിസ്പ്ലേ NSൻ്റെ സെയിം ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വണ്ടിയുടെ കളർ ടോണിങ് മാറ്റിയിട്ടുണ്ട് കസ്റ്റമറിൻ്റെ പ്രകാരം. പിന്നെ നേരെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാ വണ്ടിയിലും ചെയ്യുന്ന പോലെ തന്നെ ഡൊമിനാറിൻ്റെ ഹെഡ്ലൈറ്റും ഡൊമിനാറിൻ്റെ വൈസറും കൊടുത്തിട്ടുണ്ട്. ഡൂക്കിൻ്റെ ഇൻഡിക്കേറ്റർ, പിന്നെ ഫ്രണ്ടിലോട്ട് വന്ന് തന്നെ അലോയി കൊടുത്തിട്ടുണ്ട്. പിന്നെ RC മൾഗാർഡും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിക്കകത്ത് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ വണ്ടിയുടെ ലുക്ക് മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഇത് BS3 വണ്ടിയാണ്. ഇനി ഒരു അണ്ടർബെല്ലിയുടെ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ ലുക്ക് മൊത്തത്തിൽ മാറും. അപ്പോൾ മച്ചാൻ വരെ ഇതുപോലെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം ഗൈസ്. ഈ കാണുന്ന ഡൊമിനാർ 400 നമ്മൾ ബ്രംബോയുടെ ഹൈഡ്രോളിക് ക്ലച്ച് ആൻഡ് ബ്രേക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വലിയ ടിന്ന് വരുന്നത്, അതായത് വലിയ ക്യാൻ വരുന്ന ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ബ്രേക്കും ക്ലച്ചും കൊടുത്തിട്ടുണ്ട്. സൈഡിലോട്ട് വന്നതിന് ക്ലച്ചിൻ്റെ ഓസും കാര്യങ്ങളെല്ലാം അസംബ്ലിയോടെയാണ് വരുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓസ് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ. അപ്പോൾ വണ്ടിക്ക് അനുയോജ്യമായിട്ടുള്ളൊരു കളറിലാണ് നമ്മൾ ഓസും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ബ്രേക്കൊക്കെ അഡ്ജസ്റ്റബിൾ ആണ്, നമുക്ക് കൈ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിക്കാണ് വരുന്നത്. അപ്പോൾ എന്തായാലും വെച്ചാൽ മതി, ഇതായിരുന്നു നമ്മളെ ഈ ഒരു വണ്ടിയിൽ ചെയ്ത വർക്ക്. അപ്പോൾ ഇതുപോലുള്ള വർക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. പവർ ഷാക്കാം.